ഒമിക്രോൺ ബാധിതരുടെ എണ്ണമേറുന്നു. ഒമിക്രോൺ വ്യാപനമേറിയാൽ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഫെബ്രുവരിയോടെയെന്ന് സൂചന നൽകി വിദഗ്ധർ. പച്ചക്കറി വില ഉയർന്നു തന്നെ തുടരുന്നു. ക്രിസ്മസ് പുതുവത്സരവേളയിലും വിലയിൽ കുറവുണ്ടാകില്ലെന്ന് സൂചന. ചേർപ്പ് പാറേക്കോവിലിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവ് മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. ഭാര്യ ബംഗാൾ സ്വദേശിനി രേഷ്മ ബീവി പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം. പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ്. വിവാദം അവസാനിക്കാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ധാർ ലേലം. ലേലം റദ്ദാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലേലത്തിൽ പങ്കെടുത്ത എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലി. ഒമിക്രോൺ വ്യാപന തീവ്രത കൂടിയാൽ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഫെബ്രുവരിയോടെയെന്ന് സൂചന നൽകി വിദഗ്ധർ. നിലവിൽ 54 കോടിയിലേറെ പേർ 2 ഡോസ് വാക്സിനും 82 കോടിയിലധികം പേർ 1 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞതിനാൽ പ്രതിരോധം കൂടുതൽ മികച്ചതാകുമെന്നാണ് വിലയിരുത്തൽ. വാക്സിനേഷനിലൂടെ നല്ലൊരു വിഭാഗം പ്രതിരോധശേഷി നേടിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. രാജ്യത്താകമാനമായി ഒമിക്രോൺ രോഗബാധയേറ്റവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 24 ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പച്ചക്കറി വില ഉയർന്നു തന്നെ തുടരുന്നു. ക്രിസ്മസ് പുതുവത്സരവേളയിലും വിലയിൽ കുറവുണ്ടാകില്ലെന്നാണ് വിപണി നൽകുന്ന സൂചന. ഇതര സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയിലെ മാറ്റവും ഉൽപ്പാദനക്കുറവുമാണ് പച്ചക്കറി വില കുത്തനെ ഉയരാനുണ്ടായ കാരണം. ഇതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഒരുക്കിയ സംവിധാനം പര്യാപ്തമായില്ല. തക്കാളി വണ്ടി എന്ന പേരിലാണ് വില നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കിയത്. ചേർപ്പ് പാറേക്കോവിലിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവിനെ തലക്കടിച്ച് കൊന്നതായി ഭാര്യയുടെ വെളിപ്പെടുത്തൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തിയതായാണ് ഭാര്യ രേഷ്മ ബീവി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഈ മാസം 12 രാത്രിയാണ് സംഭവം നടന്നത്. മൻസൂർ മാലിക്കും രേഷ്മ ബീവിയും തമ്മിലുണ്ടായ കുടുംബവഴക്ക് ആക്രമണത്തിൽ കലാശിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് രേഷ്മ ബീവി ഭർത്താവ് മൻസൂറിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് രേഷ്മ ബീവിയും മൻസൂറിന്റെ സ്വർണ്ണ പണിശാലയിലെ തൊഴിലാളിയായ ബീരുവും ചേർന്ന് ഇവരുടെ വീടിന് പിൻഭാഗത്ത് മൃതദേഹം കുഴിച്ചുമൂടുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ രേഷ്മ ബീവി ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ചേർപ്പ് പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. പരാതിയെ തുടർന്ന് പോലീസ് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാണാതായ മൻസൂർ മാലിക് പ്രദേശത്ത് തന്നെ ഉള്ളതായി സൂചന ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭാര്യ രേഷ്മ ബീവി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രേഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ മക്കളെ ചൈൽഡ് വെൽഫെയറിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. 12 വർഷത്തോളമായി മൻസൂർ പാറക്കോവിലിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളാണ്. വാടക വീട്ടിലാണ് താമസം. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ബാബു കെ തോമസ്, ചേർപ്പ് സിഐ ടി വി ഷിബു, സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ പി സി ബിജുകുമാർ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തിങ്കളാഴ്ച RDOയുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, ചേർപ്പ്. ആലപ്പുഴയിലെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ പരിശോധന കർശനമാക്കി. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ആലപ്പുഴയിൽ SDPI BJP നേതാക്കൾ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. നേരത്തെ കേസുകളിൽ പ്രതികളായിരുന്നവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് പോലീസ് നേതാക്കളോട് അഭ്യർത്ഥിച്ചു. പോലീസ് ജില്ലയിൽ കനത്ത ജാഗ്രത പുലർത്തുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ R ആദിത്യ TCVയോട് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ധാർ ലേലം റദ്ദാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലേലം വിളിച്ച എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലി. ലേലത്തിൽ പങ്കെടുത്തത് നിയമ നടപടികളെല്ലാം പാലിച്ചാണെന്ന് അമൽ മുഹമ്മദ് അലി പറഞ്ഞു. ലേലത്തിന് ശേഷം വാഹനം വിട്ടു നൽകില്ലെന്ന ദേവസ്വത്തിന്റെ നിലപാട് ശരിയല്ല. വാഹനം കൈമാറുന്ന കാര്യത്തിൽ പുനരാലോചന വേണ്ടിവരുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പ്രതികരിച്ചിരുന്നു. ലേലം ഉറപ്പിക്കുന്ന കാര്യത്തിൽ 21-ാം തീയതി ചേർന്ന ഭരണസമിതിയാണ് അന്തിമ തീരുമാനമെടുക്കുകയെന്നും ഭരണസമിതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തീരുമാനം മാറ്റേണ്ടിവരുമെന്നും മോഹൻദാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 15 ലക്ഷം രൂപയാണ് ലേലത്തിന്റെ അടിസ്ഥാന വിലയായി ദേവസ്വം നിശ്ചയിച്ചിരുന്നത്. അതിൽ 10,000 രൂപ കൂട്ടി വിളിച്ച് 15,10,000 രൂപയ്ക്കാണ് അമൽ മുഹമ്മദ് അലി ലേലം ഉറപ്പിച്ചത്. അതേസമയം വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളതായി നിരവധി പേർ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ചേരുന്ന ഭരണസമിതി യോഗത്തിൽ വാഹന കൈമാറ്റം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ഗുരുവായൂരിൽ വാഹനം കഴുകുന്നതിനിടെ യുവ എഞ്ചിനീയർ ഷോക്കേറ്റ് മരിച്ചു.
കർണംകോട്ട് ബസാറിൽ പനയ്ക്കപ്പറമ്പിൽ വിശുംഭരൻ മകൻ 28 വയസ്സുള്ള ജിതിനാണ് മരിച്ചത്. രാവിലെ 9 സംഭവം. സ്പ്രേ ഗൺ ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് ബൈക്കുകൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാർ കഴുകാനായി സ്പ്രേയറിന്റെ പൈപ്പ് വലിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ഉടനെ മോട്ടോറിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് 2995 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 11 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 44,503 10,639 പേർ നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 6.10% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ 203 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2,788 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 3.79% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ മൊബൈൽ ഫോൺ വിൽപ്പനശാലയിൽ മോഷണം. വിലപിടിപ്പുള്ള മൊബൈലുകളും പണവും കവർന്നു. അകലാട് മുക്കിലപ്പിടിയിൽ റാഹിഫിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ വേൾഡ് എന്ന കടയിലാണ് മോഷണം നടന്നത്. വിലപിടിപ്പുള്ള 4 ഫോണുകളും 12 ചെറിയ ഫോണുകളും ചാർജറുകളും മേശയിലുണ്ടായിരുന്ന 22,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ തെക്കി തുറന്ന് ഉള്ളിലുള്ള ഗ്ലാസുകൾ പൊട്ടിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. കാർഷിക രംഗത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതം കർഷകർക്ക് ലഭ്യമാക്കുവാനുള്ള ചർച്ചകൾക്ക് ഈ രംഗത്തെ സംഘടനകൾ മുന്നിട്ടിറങ്ങണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരളയുടെ വാർഷിക സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗസംരക്ഷണ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ദോഷവശങ്ങൾ മൃഗകർഷകരെ ബോധ്യപ്പെടുത്തി അതിനെതിരെ ഒന്നിച്ചു നിൽക്കുവാൻ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ പോലുള്ള സംഘടനകൾ തയ്യാറാകണം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡയറി ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരം ക്ഷീരകർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ മൃഗഡോക്ടർമാരുടെ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ്, ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ SM സാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ചാടൂർ പഞ്ചായത്തിലെ ആലപ്പാട് പറവയിൽ നെൽച്ചെടികളെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഇലകരിച്ചിലിനെ പ്രതിരോധിക്കുവാൻ ഡ്രോൺ ഉപയോഗിച്ച് ജൈവ കീടനാശിനി തളിച്ചു. ഇലകരിച്ചിൽ ബാധിച്ച പുറത്തൂർ കടവ്, ചെറുകോൾ പടവ് എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലും നെൽച്ചെടികൾ വീണു തുടങ്ങി കഴിഞ്ഞു. 70 ദിവസം പ്രായമായ കതിരി വരാറായ നെൽച്ചെടികൾക്കാണ് രോഗബാധ. ചെറുകോളിൽ ഈ മാസം 28-ാം തീയതിക്കും പുറത്തൂർ പടവിൽ ജനുവരി 3-ാം തീയതിയും കൊയ്ത്ത് തുടങ്ങാനിരിക്കെ ഇലകരിച്ചിൽ മൂലം കൃഷി വൻ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് കൃഷിക്കാർ. ഈ പാടശേഖരങ്ങളിൽ രോഗബാധ നേരിട്ട് വിലയിരുത്താൻ കൃഷിമന്ത്രി, റവന്യൂ മന്ത്രി, കളക്ടർ, കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരടങ്ങുന്ന സംഘം 2 ആഴ്ച മുൻപ് സന്ദർശിച്ചിരുന്നുവെങ്കിലും കൃഷിക്കാർക്ക് ആശ്വാസത്തിനായുള്ള നടപടികളൊന്നും ആയിട്ടില്ലെന്നാണ് ആക്ഷേപം. പ്രതിവിധിയോ പരിഹാര മാർഗങ്ങളോ നിർദ്ദേശിക്കുന്നതിൽ കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞരും കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. RJDSലെ ഒരു വിഭാഗം NCPയിൽ ലയിച്ചു. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജീവ് വേദോടി അധ്യക്ഷത വഹിച്ചു. NCP ദേശീയ സെക്രട്ടറി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, ജില്ലാ പ്രസിഡന്റ് AB വല്ലഭൻ, ബിന്ദു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ അമൃത് സിറ്റി മാസ്റ്റർ പ്ലാൻ ഇടതുപക്ഷം അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതായി നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ തൃശൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് അട്ടിമറിക്കുവാനുള്ള ഗൂഢശ്രമമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുസ്ഥിര നഗര വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ അത്യന്താപേക്ഷിതമാണ്. ഇതിനുള്ള മറുപടി കൂടിയാണ് അമൃത് സിറ്റി മാസ്റ്റർ പ്ലാൻ. സാറ്റലൈറ്റ് വഴി GPS ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അമൃത് സിറ്റി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. തണ്ണീർത്തടങ്ങൾ കരഭൂമിയാക്കി മാറ്റിയിട്ടുള്ള നിലവിലെ മാസ്റ്റർ പ്ലാൻ ഭൂമാഫിയയുടെ ഇടപെടലുകൾ ഇല്ലാതാക്കുവാനുള്ള അവസരം കൂടിയാണ് അമൃത് മാസ്റ്റർ പ്ലാൻ എന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. വടക്കുനാഥ ക്ഷേത്രം, ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ തിരുവാതിര പ്രധാനമാണ്. വടക്കുനാഥ ക്ഷേത്രത്തിൽ ഗോതമ്പ് കഞ്ഞി, പുഴുക്ക്, കൂവപ്പായസം എന്നിവയടങ്ങിയ പ്രസാദ ഊട്ട് നൽകും. പെരുവനം നടവഴിയിൽ വാട്സാപ്പ് പഞ്ചവാദ്യ ആസ്വാദക സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറി. പെരുവനം കിഴക്കേ നടവഴിയിലാണ് മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറിയത്. നിരവധി മേളാസ്വാദകർ പഞ്ചവാദ്യം ആസ്വദിക്കാനെത്തി. നൂറ്റാണ്ടുകളായി പഞ്ചാരിയും പാണ്ടിയും അടക്കമുള്ള മേളങ്ങൾ നടന്ന നടവഴിയിൽ ആദ്യമായാണ് വിപുലമായി മേജർ സെറ്റ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. പല്ലാവൂർ ശ്രീധരമാരാർ തിമലയിലും, കുനിശ്ശേരി ചന്ദ്രൻ മദ്ദളത്തിലും, തിരുവല്ലാമല ജയൻ ഇടക്കയിലും, മച്ചാട് ഉണ്ണിനായർ കൊമ്പിലും, പാഞ്ഞാൾ വേലുക്കുട്ടി ഇലത്താളത്തിലും നേതൃത്വം നൽകി.
CPM ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൽ ഖാദർ, PK ഷാജൻ, UP ജോസഫ്, MK കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 21, 22, 23 തീയതികളിലാണ് ജില്ലാ സമ്മേളനം. അതിരപ്പള്ളിയിൽ 2 ദിവസമായി നടന്ന കളക്ടേഴ്സ് കോൺഫറൻസ് സമാപിച്ചു. റവന്യൂ രേഖകളുടെ ഡിജിറ്റലൈസേഷൻ അടിയന്തരമായി പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലെയും റവന്യൂ രേഖകളുടെ ഡിജിറ്റലൈസേഷൻ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. 14 ജില്ലാ കളക്ടർമാരും റവന്യൂ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ ബ്യൂറോ റിപ്പോർട്ടർ നവാസ് പടുവിങ്ങൽ രചിച്ച മുസ്ലിസിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള ദൂരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തിരക്കഥാകൃത്ത് ജോൺ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ ടീച്ചർ, വൈസ് ചെയർമാൻ KR ജയത്രൻ, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ, കൗൺസിലർ VM ജോണി എന്നിവർ സംസാരിച്ചു. ഇനി ജിംഗിൾ ബെൽസ്. മഞ്ഞണിഞ്ഞ നക്ഷത്രരാവുകളിൽ വർണ്ണ ദീപാലങ്കാരങ്ങളാൽ മിന്നും പ്രഭ ചൊരിയാൻ ക്രിസ്മസ് ട്രീകൾ ഒരുങ്ങി. ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവമെന്നാണ് പറയപ്പെടുന്നത്. കുടിയേറ്റത്തിലൂടെ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ക്രിസ്മസ് മരം എത്തുകയായിരുന്നു. വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്ന സ്കാൻഡിനോവക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ആ ആചാരം തുടരുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. ക്രിസ്മസ് ട്രീയുടെ പിരമിഡ് ആകൃതി ഇവരുടേതാണ്. നിത്യഹരിത മരങ്ങൾ, ഫിർ മരങ്ങൾ, ദേവതാരു തുടങ്ങിയവയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത്. കേരളത്തിൽ പിരമിഡ് ആകൃതിക്ക് സമാനമായ മരച്ചില്ലകൾ മണ്ണിൽ കുഴിച്ചു നിർത്തി മാലബൾബുകൾ, നക്ഷത്രങ്ങൾ, വർണ്ണത്തോരണങ്ങൾ, ബലൂണുകൾ, സമ്മാനപ്പൊതികൾ തുടങ്ങിയവ ഉപയോഗിച്ച് അലങ്കരിക്കുകയാണ് പതിവ്. ഉണങ്ങിയ മരച്ചില്ലയിൽ വെള്ളച്ചായം അടിച്ച് പഞ്ഞി ഒട്ടിച്ച് മഞ്ഞിനെ അനുസ്മരിപ്പിക്കും വിധം അലങ്കരിക്കുന്ന രീതിയുമുണ്ട്. ആധുനിക ടെക്നോളജിയുടെ കമനീയങ്ങളായ വൈവിധ്യങ്ങളിലേക്ക് ചുവടുമാറിയതോടെ ക്രിസ്മസ് ട്രീകൾ വിപണിയും ജനമനസ്സും കീഴടക്കുന്നവയായി മാറി. ഓപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ് ഘടിപ്പിച്ച ട്രീകൾ, നിയോൺ ട്രീകൾ, മിസ്റ്റ് ട്രീകൾ, വാം ട്രീകൾ തുടങ്ങിയവയാണ് ഇവയിൽ പുതുമുഖങ്ങൾ. 4 മുതൽ 12 അടി വരെ ഉയരമുള്ളവയും 300 രൂപ മുതൽ 20,000 രൂപയിലേറെ വില വരുന്നവയും വിപണിയിലുണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട്. അതുപോലെ സീരിയൽ ബൾബുകൾ, സ്റ്റാറുകൾ, എല്ലാ ഐറ്റം നമുക്കുണ്ട്. ട്രീകൾ ആൾക്കാർ എത്രയും ഭംഗിയുള്ളത് കാണണം. അതൊക്കെ നമുക്ക് വിലയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടാൽ എടുക്കും. വെറൈറ്റികൾ കൊണ്ടുവരാം, നമ്മളത് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ വെറൈറ്റികൾ. വിലയേക്കാൾ മനോഹാരിതയ്ക്ക് വില കൽപ്പിക്കുന്ന തലത്തിലേക്ക് ആവശ്യക്കാർ മാറുകയും ക്രിസ്മസ് ട്രീകൾ നക്ഷത്രം പോലെ വ്യാപകമായി തുടങ്ങുകയും ചെയ്തതോടെ ക്രിസ്മസ് വിപണിയിലെ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞു ക്രിസ്മസ് മരങ്ങൾ. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സദാനന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. 40% മുകളിൽ വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് 50,000 രൂപ സൗജന്യ സഹായധനം അനുവദിക്കണമെന്ന് കേരള വികലാംഗ ക്ഷേമ സംഘടന ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കും തൊഴിൽ രഹിതർക്കും തൊഴിലില്ലായ്മ അലവൻസ് നൽകുവാനും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃശൂരിൽ ചേർന്ന യോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ ഡയസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ TP വിനോദ് ശങ്കർ അധ്യക്ഷനായിരുന്നു. TK സൈദലവി, രാമദാസ് ചേലക്കര, പ്രമോദ് എലപ്പുള്ളി, ശാന്ത, ഡോക്ടർ റംഷ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂരിൽ അനധികൃതമായി മണ്ണെടുത്ത വാഹനങ്ങളും തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പാലക്കൽ ക്ഷേത്രത്തിന് സമീപം പാടത്തിനോട് ചേർന്ന സ്ഥലത്താണ് മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. തിങ്കളാഴ്ച വാഹനങ്ങൾ കളക്ടറുടെ മുൻപിൽ ഹാജരാക്കുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു.
ചവക്കാട് പുത്തൻകടപ്പുറത്തെ കടലാമ സംരക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ മുട്ടയിടാൻ കടലാമയെത്തി. തീരത്തെത്തിയ 2 കടലാമകൾ 180 മുട്ടകളാണ് ഇട്ടത്. ഈ സീസണിൽ ജില്ലയിൽ ആദ്യമായാണ് കടലാമ മുട്ടയിടാനെത്തുന്നത്. സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കടലാമ മുട്ടകൾ താൽക്കാലിക ഹാച്ചറിയിലേക്ക് മാറ്റി. ഇനി 45 ദിവസം കഴിഞ്ഞ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരും. കഴിഞ്ഞ സീസണിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കടലാമകൾ മുട്ടയിടാനെത്തിയത്. 107 കടലാമകൾ 10,721 മുട്ടകളിടുകയും 2,455 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുകയും ചെയ്തിരുന്നു. മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടപ്പുറം ഇരിങ്ങാപ്പുറം സ്വദേശി കന്നിമേൽ കിഴക്കേതിൽ വീട്ടിൽ വിവേക്, കുന്നംകുളം ആർത്താറ്റ് കൊണ്ടറപ്പശ്ശേരി വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആദ്യകാല സൗണ്ട് ഓപ്പറേറ്ററായിരുന്ന പുതൂർക്കര സ്വദേശി മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. നീണ്ട 52 വർഷക്കാലം തൃശൂർ കേരള സൗണ്ടിലെ സൗണ്ട് ഓപ്പറേറ്ററായിരുന്നു. 1956 ആരംഭിച്ച കേരള സൗണ്ടിൽ 1961 മുതൽ മാധവൻ ഭാഗമായിരുന്നു. സൗണ്ട് ഓപ്പറേറ്റർ എന്ന നിലയിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിചിതനായിരുന്നു ഇദ്ദേഹം. സംസ്ഥാനത്തിന് അളവറ്റ വിനാശം വിതയ്ക്കുന്ന കേരയിൽ പദ്ധതി സാമൂഹ്യ ഹിംസയാണെന്ന് സർവോദയ മണ്ഡലം തൃശൂർ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച ജാഗ്രതാ സദസ്സ് അഭിപ്രായപ്പെട്ടു. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുക, കേരളത്തെ രക്ഷിക്കുക എന്ന സന്ദേശവുമായാണ് ജില്ലാ സർവോദയ മണ്ഡലം ജാഗ്രതാ സദസ്സ് നടത്തിയത്. സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സർവോദയ മണ്ഡലം പ്രസിഡന്റ് PS. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി VS. ഗിരീശൻ, TK. മോഹൻ താഴത്തുപുര, ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. വനിതാ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടരുന്നു. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഗോകുലം FC കേരള ഏകപക്ഷീയമായ 15 ഗോളുകൾക്ക് കടത്തനാട് രാജ ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി. ചൊവ്വാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി വടുതല ലൂക്കാസ് സോക്കർ ക്ലബ് മലപ്പുറത്തെ നേരിടും. ചുറുചുറുക്കോടെയും കൃത്യനിഷ്ഠതയോടെയും നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനുകളിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ഹോംഗാർഡ് ശശീന്ദ്രന് ആരാധക ദമ്പതികളുടെ ആദരം. വ്യത്യസ്ത ആംഗ്യങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വാഹനയാത്രികരെ സ്നേഹപൂർവ്വം നിയന്ത്രിക്കുന്ന ശശീന്ദ്രൻ നഗരത്തിലെ ശ്രദ്ധാകേന്ദ്രമാണ്. ശശീന്ദ്രന്റെ വേഷവിധാനങ്ങൾ അതേപടി ക്യാൻവാസിൽ പകർത്തി അദ്ദേഹത്തിന് സമ്മാനിച്ചാണ് ഇവർ ആദരവ് പ്രകടിപ്പിച്ചത്. ചിത്രങ്ങൾ വരച്ചു നൽകിയ ശശീന്ദ്രന്റെ ആരാധക ദമ്പതികളായ നിഖിലിനും പ്രവീണയ്ക്കും സിറ്റി പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. തളിക്കുളം ഇടശ്ശേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. ചിറക്കൽ കടുങ്ങശ്ശേരി വീട്ടിൽ സക്കീറിനും കുടുംബാംഗങ്ങൾക്കുമാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാണിജ്യം. വിവാഹമടക്കമുള്ള എല്ലാ ആഘോഷവേളകളും അവിസ്മരണീയമാക്കാൻ മനോഹരമായ സജ്ജീകരണങ്ങളുമായി ദേവി ഇവന്റ്സിന്റെ പുതിയ സംരംഭമായ ദേവി ഇവന്റ് റിസോർട്ട് മയിലാടുംകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. അവണൂർ മയിലാടുംകുന്നിൽ ആരംഭിച്ച ദേവി ഇവന്റ് റിസോർട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സ്വാമിജി ഗംഭീരാനന്ദ ഭദ്രദീപം തെളിയിച്ചു. P. ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബിജു, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം സുരേഷ് അവണൂർ, സിനിമാ താരം ഡയാന ഹമീദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ദേവി ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ TS ചന്ദ്രൻ, ഭഗീരഥി ചന്ദ്രൻ, ദേവി ഇവന്റ്സ് റിസോർട്ട് ഡയറക്ടർമാരായ സുഭാഷ് ചന്ദ്രൻ, രതീഷ് ചന്ദ്രൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ പ്രമുഖരായ തൃശൂരിലെ ദേവി ഇവന്റ്സിന്റെ പുതിയ സംരംഭമായ ദേവി ഇവന്റ് റിസോർട്ടിൽ വിവാഹമടക്കമുള്ള എല്ലാ ആഘോഷവേളകളും അവിസ്മരണീയമാക്കാൻ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഏറെ മനോഹരമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 9995400005 9847556162. പൊന്നും പുടവയും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് KT ജുവലറിയുടെ പുതിയ ജുവലറി ഷോറൂമും KT സിൽക്സും വരടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു. പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങളും വിശ്വസ്ത വ്യാപാരവുമായി വിജയകരമായ 9ാം വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന വരടിയത്തെ KT ജ്വല്ലറി വരടിയം ലക്ഷ്മി തിയേറ്ററിന് എതിർവശമുള്ള KT കോംപ്ലക്സിലാണ് പുതിയ ജ്വല്ലറി ഷോറൂമും ഒപ്പം KT സിൽക്സും ആരംഭിച്ചിരിക്കുന്നത്. ഉടമകളായ KT രമേശ്, ബിനു രമേശ് എന്നിവരുടെ അമ്മമാരായ നളിനി തങ്കപ്പൻ, ഓമന അരവിന്ദാക്ഷൻ എന്നിവർ ചേർന്ന് 2 ഷോറൂമുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. രമേശിന്റെ ജ്യേഷ്ഠൻ KT രാജീവ്, ജ്യോതി രാജീവ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. അമ്മമാർക്ക് നൽകിക്കൊണ്ട് KT ജ്വല്ലേഴ്സ്, KT സിൽക്സ് ഉടമകളായ KT രമേശ്, ബിനു രമേശ് എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
നഗരത്തിൽ പോകാതെ തന്നെ പരിശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഒരു കുടുംബത്തിലെ ഏവർക്കുമുള്ള വസ്ത്രങ്ങളും ഇനി KT ഗോൾഡ് ആൻഡ് സിൽക്സിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാത്തരം വസ്ത്രങ്ങളും പരിശുദ്ധ സ്വർണ്ണാഭരണങ്ങളുമെല്ലാമായി KT ജ്വല്ലേഴ്സും KT സിൽക്സും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 9995541917. ഇടനിലക്കാരില്ലാതെ എല്ലായിനം പച്ചക്കറികളും ഹോൾസെയിൽ വിലയിൽ നൽകി ഷാ വെജിറ്റബിൾസിന്റെ പുതിയ ശാഖ കണ്ണംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ശക്തൻ നഗറിന് സമീപം കണ്ണംകുളങ്ങര RC പള്ളിക്ക് മുൻവശം ആരംഭിച്ച ഷാ വെജിറ്റബിൾസിന്റെ പുതിയ ശാഖ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ പാർത്തിയാർക്കൽ അഡ്മിനിസ്ട്രേറ്റർ മാർ ഔഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. കുരിയച്ചിറ മാർ മാറി സ്ലീഹ പള്ളി വികാരി ഫാദർ വിനോദ് തിമോത്തി ആശീർവാദ കർമ്മം നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ മുകേഷ് കൂളപ്പറമ്പിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഷാ വെജിറ്റബിൾസ് ഉടമ ഷാജി P. ജോസഫ്, ഷാ ഏജൻസീസ് ഉടമ അനീഷ് P. ജോസഫ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പച്ചക്കറി മൊത്തവ്യാപാര രംഗത്ത് 35 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ഷാ വെജിറ്റബിൾസിന്റെ പുതിയ ശാഖയാണ് കണ്ണംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ഇനം പച്ചക്കറികളും ഇടനിലക്കാരില്ലാതെ ഹോൾസെയിൽ വിലയിൽ ഷാ വെജിറ്റബിൾസിൽ ലഭ്യമാണ്. നാടൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ എന്നിങ്ങനെ എല്ലാവിധ പച്ചക്കറികളും ഓർഡർ അനുസരിച്ചും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078809107. ഇരിങ്ങാലക്കുട മാർവൽ ഏജൻസീസിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. വമ്പിച്ച ഓഫറുകളാണ് ആഘോഷവേളയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വിവിധ ലോകോത്തര കമ്പനികളുടെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം മാർവലിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസിന്റെ പ്രത്യേക വിഭാഗവും ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി സജ്ജമാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച്, പലിശരഹിത വായ്പാ സൗകര്യങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 13 മുതൽ ജനുവരി 5 വരെ പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി, സെൽഫി കോൺടെസ്റ്റ് തുടങ്ങിയവയും ഇരിങ്ങാലക്കുട മാർവൽ ഏജൻസീസിന്റെ പ്രത്യേകതയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ ഷോറൂമിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന കൂറ്റൻ സാന്താക്ലോസിന്റെ രൂപവും ലൈറ്റിംഗും വലിയ ആകർഷണീയതയാണ്. നിരവധി കുടുംബങ്ങളാണ് സാന്തായെ കാണാനും സെൽഫി എടുക്കുന്നതിനുമായി ഷോറൂമിന് മുന്നിൽ എത്തുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് കൂടുതൽ മാധുര്യവും ആഹ്ലാദവുമേകാൻ സംശുദ്ധവും സ്വാദിഷ്ടവുമായ വൈവിധ്യമാർന്ന കേക്കുകളുമായി മാംഗോ ബേക്കേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഉൽപ്പന്നങ്ങൾക്ക് അല്പായുസ്, ഉപഭോക്താവിന് ദീർഘായുസ് എന്ന ആപ്തവാക്യവുമായി ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഒന്നും ചേർക്കാതെ അതീവ ശുചിത്വമാർന്ന അന്തരീക്ഷത്തിൽ തികച്ചും സംശുദ്ധമായി തയ്യാറാക്കുന്ന മാംഗോ ബേക്കേഴ്സിന്റെ വിവിധങ്ങളായ കേക്കുകളും മറ്റ് ബേക്കറി വിഭവങ്ങളുമെല്ലാം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് കൂടുതൽ മാധുര്യവും പരിപൂർണ സംതൃപ്തിയും സമ്മാനിക്കുകയാണ്. പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക്, എക്സോട്ടിക് പ്ലം കേക്ക്, പുഡിംഗ് കേക്ക്, സ്പെഷ്യൽ പ്രീമിയം കേക്കുകളായ ക്യൂൻ വിക്ടോറിയ, മാംഗോ കേക്ക്, ജാക്ക് ഫ്രൂട്ട് കേക്ക്, സ്പെഷ്യൽ ഫ്രഷ് ക്രീം കേക്കുകളായ മാംഗോ ട്രഫിൾ, റെഡ് വാഞ്ചോ, നട്ടി ബൂസ്റ്റർ, നട്ടി ബബിൾ, വാഞ്ചോ, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, ഹണി ബദാം, മാംഗോ ബദാം, ഡേറ്റ്സ് ആൻഡ് നട്ട്, ബ്ലാക്ക് മാജിക്, ചോക്കോനട്ട്, ചോക്കോ ട്രഫിൾ, ഐറിസ് കോഫി, ചോക്കോ ക്രഞ്ചി തുടങ്ങിയവയ്ക്കൊപ്പം പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ സ്പെഷ്യൽ ക്രിസ്മസ് ഹാമ്പേഴ്സായ ബോണോ ഫെസ്റ്റ, ജിംഗിൾ ഓഫ് ദി വേ, സാന്റ വുഡ് ആൻഡ് ബോക്സ്, ലിറ്റിൽ ഗിഫ്റ്റ് ബോക്സ് എന്നിവയുമെല്ലാമായി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാംഗോ ബേക്കേഴ്സും ഒരുങ്ങിക്കഴിഞ്ഞു. ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മാംഗോ ബേക്കേഴ്സ് സ്വന്തമായി തയ്യാറാക്കുന്ന കേക്കുകളുടെ വൈവിധ്യ രുചികൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495405555. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ഒമിക്രോൺ ബാധിതരുടെ എണ്ണമേറുന്നു. ഒമിക്രോൺ വ്യാപനമേറിയാൽ രാജ്യത്ത് കോവിഡ് 3ാം തരംഗം ഫെബ്രുവരിയോടെയെന്ന് സൂചന നൽകി വിദഗ്ധർ. പച്ചക്കറി വില ഉയർന്നു തന്നെ തുടരുന്നു. ക്രിസ്മസ് പുതുവത്സരവേളയിലും വിലയിൽ കുറവുണ്ടാകില്ലെന്ന സൂചന. ചേർപ്പ് പാറേക്കോവിലിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവ് മൻസൂർ മാലിക്കിനെ കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. ഭാര്യ ബംഗാൾ സ്വദേശിനി രേഷ്മ ബീവി പോലീസിന്റെ പിടിയിൽ. ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം. പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ്.
വിവാദം അവസാനിക്കാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഥാർ ലേലം. ലേലം റദ്ദാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലേലത്തിൽ പങ്കെടുത്ത എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.